ബുള്ളറ്റിനെതിരെ ബുള്ളറ്റിലെന്ന മുദ്രാവാക്യവുമായി ചലോ LOC യാത്രാ സംഘം ഡൽഹി മയൂർ വിഹാറിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെത്തി. ഓംകാരേശ്വറിൽ നിന്നും ഗ്വാളിയറിലെത്തിയ സംഘം ആഗ്ര വഴിയാണ് ഡൽഹിയിലെത്തിയത്. യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന R. രാമാനന്ദും മറ്റ് അംഗങ്ങളും തത്സമയം ജനം TVക്കൊപ്പം ചേരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി S. നന്ദഗോപനും സംഘത്തിനൊപ്പമുണ്ട്. നന്ദൻ, ഇപ്പോൾ സംഘം എത്തി നിൽക്കുന്നത് ഡൽഹിയിലാണ്. ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ അവർ എത്തി നിൽക്കുകയാണ്. വലിയൊരു കടമ്പ അവർ പിന്നിട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയും വലിയ കടമ്പ അവരുടെ മുന്നിലുണ്ട്. ഇപ്പോൾ സംഘം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദേവിക, ചലോ LOC യാത്ര ആദിശങ്കരൻ്റെ മണ്ണിൽ നിന്നും കശ്മീരത്തിലേക്ക് യാത്ര തിരിച്ച ബുള്ളറ്റിലുള്ള സംഘം ഇപ്പോൾ ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് കാണാം ആ സംഘം. അവർക്കിപ്പോൾ ഇവിടെ യുവകൈരളി, കേരളത്തിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ സംഘടനയാണ് യുവകൈരളിയുടെ നേതൃത്വത്തിലൊരു സ്വീകരണം നൽകി കഴിഞ്ഞു. ഒപ്പം തന്നെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിലും ഇവിടെ ഈ ബുള്ളറ്റിലെത്തിയ സംഘത്തിന് പ്രത്യേക സ്വീകരണം നൽകി. ഈ ബുള്ളറ്റ് സംഘത്തെ നയിക്കുന്ന ശ്രീ രാമാനന്ദ് നമ്മോടൊപ്പം ചേരുകയാണ്. രാമാനന്ദ്, ഇതുവരെയുള്ള യാത്രയുടെ ഒരു അനുഭവം എങ്ങനെയാണ്? അനുഭവം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു യാത്രയാണ്. വാസ്തവത്തിൽ അങ്ങനെ ത്രില്ലിന് വേണ്ടിയിട്ടോ ഒരു വിനോദമായിട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രയല്ല. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപോലെ തോന്നിയ ഒരു വികാരം, രാഷ്ട്രത്തിന് നേരെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഒരുപക്ഷെ ഒരു പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പോലത്തെ ഒരു നടപടിയാണ് ശത്രുരാഷ്ട്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചവരാണ് ഇവിടെ എല്ലാവരും. പട്ടാളം എന്ത് ചെയ്യുന്നു, പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഒരു പൗരൻ എന്ന നിലയിൽ ഒരു പൗരന് ഭരണഘടന നൽകിയിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും വെച്ചുകൊണ്ട് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ആ ആനുകൂല്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെയാണ് ബുള്ളറ്റ്സ് എഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാകുന്നത്. അവരുടെ ബുള്ളറ്റ്സ് നമ്മുടെ ശബ്ദം നിശബ്ദമാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഭീതി പരത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ, നമ്മുടെ ബുള്ളറ്റ്സ്, നമ്മൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്സാണ്, നമ്മുടെ കയ്യിലുള്ള ബുള്ളറ്റ്സ് അതാണ്. അത് യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അത് ഒരുമയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അതേ സമയത്തും ശക്തമായൊരു താക്കീത് കൂടിയാണ്. അത് ഭീകരവാദികളുടെ ഇത്തരത്തിലുള്ള യാതൊരുവിധ ഉമ്മാക്കിയും കണ്ട് പേടിക്കുന്നവരല്ല ഭാരതത്തിലെ യുവത എന്നുള്ള ശക്തമായ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. പെഹൽഗാമിൽ 26 ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളെങ്കിൽ 26 ബുള്ളറ്റുകളാണ് അങ്ങനെ ഫയർ ചെയ്ത് എന്നെങ്കിൽ നമ്മളെടുത്ത് 26 ബുള്ളറ്റുകളാണുള്ളത്. ആ 26 ബുള്ളറ്റുകളുമായിട്ട് നമ്മൾ LOCയിലേക്ക്, ലൈൻ ഓഫ് കൺട്രോളിലേക്ക്, ടീത്വാളിലെ ശാരദാ ക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. കാലടിയിലെ ശങ്കര ജന്മസ്ഥാനത്ത് നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. യാത്രയുടെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ്? എത്ര ദിവസം എടുത്തു? ഇനി എത്ര ദിവസം വേണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ? ജൂൺ 1-ാം തീയതിയാണ് തുടങ്ങിയത്. ഇന്ന് 8-ാമത്തെ ദിവസമാണ്. നമുക്ക് ഏതാണ്ട് 11-ാമത്തെ ദിവസത്തോടു കൂടെ നമുക്ക് ടീത്വാളിൽ എത്തിച്ചേരണം എന്നാണ് ഇതുവരെയുള്ള പ്ലാൻ. ഇതുവരെ നമുക്ക് യാതൊരുവിധ പ്ലാനിലൊരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നടന്നിട്ടുണ്ട്. സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം രാത്രിയൊക്കെ ഓവർ ഡ്രൈവ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, റൈഡ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ ഇതുവരെ ഷെഡ്യൂളൊന്നും മാറ്റം വന്നിട്ടില്ല. ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ ഈ കൊടിയുമേന്തി കാലടിയിൽ നിന്നും കശ്മീരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നു വന്നു, വിവിധ ഭാഷകൾ, പല ആൾക്കാരാണ്, പല ജനങ്ങളാണ്. എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു പ്രതികരണം? അത് ഒറ്റ വാക്ക് പറഞ്ഞ് ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു സ്വീകാര്യത ഇതിനുണ്ട് എന്ന്. നമ്മുടെ ആശയത്തിനോട് കേരളത്തിൽ തന്നെ പല ആളുകൾക്കും വിയോജിപ്പുകളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ യാത്രയുടെ ഇടയിൽ അത്തരത്തിലുള്ള യാതൊരുവിധ ഒരു എതിർപ്പുകളോ പ്രതിഷേധമോ ഒന്നും കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഓരോ സ്ഥലത്തും ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സ്വീകരണങ്ങളായിരുന്നു. ഹൊസൂർ മുതൽ, അതായത് നമ്മൾ കോയമ്പത്തൂർ മുതൽ, അതായത് കേരളത്തിൽ പാലക്കാട് പ്രശാന്ത് ശിവൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങളിവിടെ റൈഡ് ചെയ്തു കുറച്ച് ദൂരം. ജനം TV അതിൻ്റെ വിഷ്വൽസ് കൊടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം കോയമ്പത്തൂർ ശൃംഗേരി മഠം സ്വീകരിച്ചു. അതിനുശേഷം ഹൊസൂർ ഒരു സംഘടന സ്വീകരിച്ചു. അതിനുശേഷം ബാംഗ്ലൂർ എത്തിയ സമയത്ത് ബാംഗ്ലൂരിൽ വലിയ ഹ്യൂജ് ആയിട്ടുള്ളൊരു സ്വീകരണമായിരുന്നു. കർണൂലിൽ നാദാനന്ദജിയുടെ വലിയ സ്വീകരണം ലഭിച്ചു. അതിനുശേഷം നമ്മുടെ ഹൈദരാബാദിൽ കാലേരി ശൃംഗേരി മഠം തന്നെ സ്വീകരിച്ചു. പല സ്ഥലങ്ങളിലും റോഡ് ഷോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ നാഗ്പൂരിലേക്ക് വന്നു. നാഗ്പൂരിൽ വലിയ തരത്തിലുള്ള സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആ സപ്പോർട്ട് പലതരത്തിൽ, ഞാൻ ഇന്നലെ ശ്രീ അനിൽ നമ്പ്യാർ സംസാരിച്ച സമയത്ത് പറഞ്ഞു, ഇതുവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമുക്കൊരു വാഹനം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. അത് തിരിച്ച് നാട്ടിലേക്ക് അയക്കണമായിരുന്നു. അത് നാഗ്പൂർ വെച്ചാണ് ബ്രേക്ക് ഡൗൺ ആയത്. അത് കയറ്റി അയക്കാൻ ഞങ്ങൾ എടുത്ത സമയം വെറും 10 മിനിറ്റാണ്. കാരണം 2 കാര്യകർത്താക്കൾ ഉടനടി ഓടി വരികയും ആ വാഹനം പാക്ക് ചെയ്ത്
ഇത്രയും വിലപിടിപ്പുള്ളൊരു വാഹനം ഞങ്ങൾ കയറ്റി അയച്ചോളാം, നിങ്ങൾ പൊക്കോ എന്ന് പറയാൻ അങ്ങനെ ഒരു നെറ്റ്വർക്കുള്ള ഒരു വലിയ സുശക്തമായ സംഘടനയുടെ പിൻബലം പല സ്ഥലത്തും നമുക്ക് ലഭിച്ചു. അത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ എത്തിയ സമയത്ത് ഈ സ്നേഹം നിങ്ങൾ നേരിട്ട് കാണുന്നതാണ്. സമാനമായ ആശയങ്ങൾ പലതും ഉയർത്തി ഇനിയും ഇത്തരം യാത്രകൾ ചെയ്യണമെന്നുണ്ടോ? അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. വാസ്തവത്തിൽ ഇങ്ങനെ അങ്ങനെ ഒരു പബ്ലിസിറ്റി കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചിന്തിച്ചിട്ടുള്ള യാത്രയായിട്ടൊന്നും അല്ല പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനിയും അത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഇത് നീഡ് ഓഫ് ദ അവർ ആയിരുന്നു. അതിനുള്ളൊരു പ്രതികരണമായിരുന്നു. ആ പ്രതികരണം തീർച്ചയായിട്ടും നമ്മൾ പ്ലാൻ ചെയ്ത പ്രതികരണമല്ല. ആ പ്രതികരണം തീർച്ചയായിട്ടും സ്വാഭാവികമായി സഹജമായി ഉള്ളിൽ നിന്ന് വന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ശക്തി ലഭിച്ചിരിക്കുന്നത്. ബുള്ളറ്റിനെതിരെ ബുള്ളറ്റ് എന്ന ആശയം ഡൽഹിയിൽ വലിയ സ്വീകരണമാണ് ഇവിടെ ഈ ഒരു ആശയവുമായി എത്തിയ മലയാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ ഉത്തര ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രധാനിയും അതേപോലെ തന്നെ ഡൽഹിയിലെ പൗരപ്രമുഖനുമായ ശ്രീ രമേശ് നമ്പ്യാർ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു യാത്രയെ എങ്ങനെ നോക്കിക്കാണുന്നു? അവർക്ക് നൽകിയൊരു സ്വീകരണം എങ്ങനെ? കാലടിയിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്ന ഈ 48 പേര് നമുക്ക് എന്ത് സഹായം ചെയ്യാനാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. യുവ കൈരളി ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ്. അവരെ സ്വാഗതം ചെയ്യുന്നു. അവർക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. യുവ കൈരളിയുടെ നേതൃത്വത്തിൽ കൂടിയാണ് ഡൽഹിയിലെ മയൂർ വിഹാർ ക്ഷേത്രത്തിൽ ഇത്തരമൊരു സ്വീകരണ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് ഡൽഹിയിൽ വലിയ സഹായം യുവ കൈരളിയുടെ നേതൃത്വത്തിൽ ചെയ്തു വരാറുണ്ട്. അങ്ങനെ യുവ കൈരളിയുടെ കോർഡിനേറ്ററാണ്. യുവ കൈരളിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒരു സ്വീകരണ പരിപാടി നൽകിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കോ? നമ്മുടെ ഈ പാട്രിയോട്ടിക് ആയിട്ടുള്ള എല്ലാ പ്രവൃത്തികൾക്കും പൊതുവെ യുവകേരളി എന്നുള്ള സംഘടന സപ്പോർട്ടായിട്ടാണ് ഇടുന്നുള്ളത്. രാമാനന്ദ്ജി കേരളത്തിലെ കാലടിയിൽ നിന്ന് ശാരദാപീഠം വരെ വരുന്നുണ്ടെന്നുള്ള വാർത്ത ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഞങ്ങളിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. രാമാനന്ദ്ജിയെ കാണാൻ പറ്റി, നമ്മുടെ ടീമിനെ കാണാൻ പറ്റി. വി വിഷ് ദം ഓൾ ദ ലക്ക് ഫോർ ദ ഫ്യൂച്ചർ ജേർണി. അതുതന്നെയാണ് ജനങ്ങളുടെ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളും ഇവരെ കാണുവാൻ വേണ്ടിയും ഇവരുടെ ആശയങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുവാൻ വേണ്ടിയും വളരെ ധാരാളമായി ഡൽഹിയിലെ മലയാളികൾ ഇവരെ കാണാനും ഇവരുടെ ആശയങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി എത്തുന്നുണ്ട്. ഇവർക്ക് വലിയ രീതിയിലുള്ള ഊഷ്മളമായ ഒരു സ്വീകരണ പരിപാടിയാണ് ഡൽഹിയിലെ ഉത്തര ഗുരുവായൂർ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചത്. ദേവിക.